നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ സാധാരണ ജനപ്രതിനിധികളുടെ അടുത്ത് സഹായത്തിനായി നമ്മൾ സമീപിക്കാറുണ്ട്. അത് വ്യക്തിപരമായ പ്രശ്നം, അതല്ലെങ്കിൽ ജോലിയുടെ പ്രശ്നം, അയൽത്തർക്കം, അതുപോലെ വീടിൻ്റെ ഒരു ജപ്തി നടപടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രാദേശിക ജനപ്രതിനിധികളുടെ അടുത്ത് സഹായം തേടും. അതല്ലെങ്കിൽ MLA-യുടെ MP-യുടെ ഒരുപക്ഷെ സാധിക്കുമെങ്കിൽ മന്ത്രിയുടെ അടുത്ത് വരെയും പോയി സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ, അതായത് സാധിക്കുന്ന കാര്യങ്ങളിലാണെങ്കിൽ ജനപ്രതിനിധികൾ സഹായം നൽകും. ഇനി അതല്ല, സഹായിക്കാൻ ഇടപെടാൻ കഴിയാത്ത പ്രശ്നങ്ങളാണെങ്കിലോ? ഇത്തരമൊരു പ്രശ്നം കഴിഞ്ഞ ദിവസം എറണാകുളം MP ഹൈബി ഈഡൻ്റെ മുന്നിലെത്തി. ഒരു ജപ്തി നടപടിയുമായി ബന്ധപ്പെട്ടുള്ള പരാതിയാണ്. പരാതിക്കാരൻ ഹൈബി ഈഡൻ്റെ മുൻ സഹപാഠിയാണ്, സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ വീട് ജപ്തി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നും ഈ ബാങ്കിൽ നിന്നും ഒരു നോട്ടീസ് വരുന്നു. ഈ വിഷയത്തിൽ ഇടപെടണമെന്നായിരുന്നു ഈ യുവാവിൻ്റെ ആവശ്യം. ഹൈബി ഈഡൻ ഈ ബാങ്കിൻ്റെ പ്രതിനിധികളെ, ബാങ്ക് അധികൃതരെ വിളിച്ച് സംസാരിച്ചു. പക്ഷേ ഇത് കോടതിയുടെ ഉത്തരവുണ്ട്, ഇടപെടാൻ കഴിയാത്ത സാഹചര്യമായി. അങ്ങനെ ഈ യുവാവിന്, ഈ ചെറുപ്പക്കാരന് മറ്റാരോടുമല്ല പക തോന്നിയത്. തൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടില്ല എന്നതിൻ്റെ പേരിൽ ഹൈബി ഈഡൻ MP-യോട് കടുത്ത പകയായി, വലിയ വിരോധമായി. അങ്ങനെ കഴിഞ്ഞ ദിവസം ഹൈബി ഈഡൻ MP-യുടെ വീട്ടിൽ ഈ യുവാവ് കയറി അതിക്രമം നടത്തുന്നു. വീട്ടുവളക്കിൽ അതിക്രമിച്ച് കയറി സാധന സാമഗ്രികൾ അടിച്ചു തകർത്തു. തൃപ്പൂണിത്തുറ സ്വദേശി അലസ് ചാക്കോയാണ് ഈ രീതിയിലൊരു പരാക്രമം കാട്ടിയത്. പിന്നീട് MP-യുടെ പരാതിയിൽ ഈ യുവാവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആക്രമണത്തിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് അലക്സ് കൊലപാതക ഭീഷണി മുഴക്കിയിരുന്നു. വീടിൻ്റെ ജപ്തി നടപടികൾ MP തടയണമെന്ന ആവശ്യം നിരസിച്ചതോടെ, അതല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ ഇടപെട്ടില്ല എന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ന ആക്ഷേപത്തിലാണ് യുവാവ് പരാക്രമം കാട്ടിയത്. എന്തായാലും ഇപ്പോൾ കേസും മറ്റ് നിയമ നടപടിയും ആയിരിക്കുകയാണ്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നവമി, ഇതുപോലുള്ളൊരു അസാധാരണമായൊരു സംഭവമാണിത്. കാരണം നമുക്കറിയാം, ചില വ്യക്തിപരമായ ആവശ്യങ്ങളും അല്ലെങ്കിൽ ചില സഹായ അഭ്യർത്ഥനയുമൊക്കെയായി നമ്മൾ ജനപ്രതിനിധികളുടെ അടുത്ത് ചെല്ലാറുണ്ട്. ചിലർ ജോലി ആവശ്യവുമായി ചെല്ലും. സാധിക്കുന്ന കാര്യമാണെങ്കിൽ ചെയ്തു തരും. അതല്ലെങ്കിൽ സഹായിച്ചില്ലെങ്കിൽ, ഇടപെട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവരോട്, ഈ ജനപ്രതിനിധികളോട്, അത് പഞ്ചായത്ത് മെമ്പർ മുതൽ ഏറ്റവും മുകൾ തട്ടിലുള്ള MP അല്ലെങ്കിൽ മന്ത്രിമാരോടൊക്കെ നമ്മൾ സഹായിച്ചില്ലെങ്കിൽ അവരോട് പിന്നെ രാഷ്ട്രീയപരമായ വിരോധവും വ്യക്തിപരമായ വിരോധവും തോന്നാം. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇതല്പം കടന്ന കൈയായി പോയില്ലേ? ഇപ്പോൾ ഈ അലക്സിനെതിരെ, ആക്രമണം നടത്തിയ അലക്സിനെതിരെ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്? ടോം, അലക്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാലാരിവട്ടം പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ അലക്സ് ഹൈബി ഈഡൻ MP-യുടെ വീട്ടിലേക്ക് വരികയും വീട്ടിന് മുന്നിലുണ്ടായിരുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ച് ചെടിച്ചട്ടികൾ ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രി 12:45 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇതെല്ലാം നശിപ്പിച്ചതിന് ശേഷം അതിന്റെ ദൃശ്യങ്ങളെല്ലാം പകർത്തി കൺട്രോൾ റൂമിൽ, പോലീസ് കൺട്രോൾ റൂമിൽ തന്നെ അലക്സ് വീഡിയോയും ഒപ്പം വിളിച്ചറിയിക്കുകയായിരുന്നു. വീഡിയോ അടക്കം അയച്ചു കൊടുത്തിട്ടുണ്ട്. താൻ ഹൈബി ഈഡൻ MP-യുടെ വീട് ആക്രമിച്ചിരിക്കുകയാണ്, ഹൈബി ഈഡനെ കൊലപ്പെടുത്തും എന്നുള്ളൊരു ഭീഷണി സന്ദേശം കൂടി പോലീസിന് അയക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പോലീസ് വന്നില്ല എന്നുള്ളൊരു പരാതി ഹൈബി ഈഡന്റെ ഭാര്യ പറയുന്നുണ്ടായിരുന്നു. പുലർച്ചെ രാവിലെ ഇവർ വീട് നോക്കിയപ്പോഴാണ് വീടിന് മുന്നിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ കണ്ടത്. പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു. പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തി. പിന്നീട് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് പ്രീ ഡിഗ്രിക്ക് ഹൈബി ഈഡനൊപ്പം തന്നെ പഠിച്ച അലക്സാണ് ഈ പ്രതി എന്ന് മനസ്സിലാക്കുകയും പിന്നീട് അലക്സിനെ പോലീസ് പിടികൂടുകയും ചെയ്തു, അറസ്റ്റും രേഖപ്പെടുത്തി. അലക്സ് എന്ന് പറയുന്നത് തന്റെ വീട് ജപ്തിയുമായി ബന്ധപ്പെട്ട ഹൈബി ഈഡൻ MP-യെ സമീപിക്കുകയും ഹൈബി ഈഡൻ ഈ ജപ്തി നടപടികൾ ഒഴിവാക്കി തന്നില്ല, അതായത് വീട് ജപ്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹൈബി ഈഡൻ MP ഇടപെട്ടിട്ടില്ല എന്നാണ് അലക്സ് പറയുന്നത്. പക്ഷേ MP പറയുന്നത് തന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇതിനൊരു കുറച്ചുകൂടി സമയം അലക്സിന് നൽകണം, ഈ അടവ് തീർക്കുന്നതിന് വേണ്ടി കുറച്ച് സമയം നൽകണമെന്നൊക്കെ അലക്സിനോട് പറഞ്ഞിരുന്നു. അതിനുള്ളൊരു കാലതാമസം ഹൈബി ഈഡൻ MP എന്ന നിലയിൽ വാങ്ങി കൊടുക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടും അലക്സ് പണം അടയ്ക്കാത്തത് കൊണ്ടാണ് അവർ ജപ്തി നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത്. തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു എന്നാണ് ഹൈബി ഈഡൻ പറയുന്നത്. പക്ഷേ
അലക്സിന് അത് വിശ്വാസം വന്നില്ല. ഹൈബി MP ആയിട്ടും തന്റെ സുഹൃത്തായിട്ടുള്ള നിലയിൽ നിന്നിട്ട് പോലും തന്റെ സുഹൃത്തായിട്ടും തനിക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തില്ല എന്നാണ് അലക്സ് പറയുന്നത്. അതുകൊണ്ടാണ് ഹൈബീഡന്റെ വീട്ടിന് മുന്നിൽ ഇത്രയും വലിയൊരു അതിക്രമം നടത്താൻ ഈ അലക്സിനെ പ്രേരിപ്പിച്ചത്. ഈ രാത്രി 3 മണിയോടുകൂടി, അത് ശബ്ദം കേട്ടതോടുകൂടി ഹൈബീഡനും ഭാര്യയും ടോർച്ചടിച്ച് ജനൽ വഴി പുറത്തേക്ക് നോക്കിയെങ്കിലും പ്രത്യേകിച്ച് അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല. ഒരു വാഹനം, ഒരു കാറ് റിവേഴ്സ് എടുത്ത് പോകുന്നത് മാത്രമായിരുന്നു ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നു എന്ന് അവർ കരുതിയതുമില്ല. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് മുറ്റത്ത് ചെടിച്ചട്ടികളെല്ലാം തന്നെ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം പോലീസ് കൺട്രോൾ റൂമിലേക്ക് അയച്ചു കൊടുത്ത ദൃശ്യങ്ങൾ ഇതെല്ലാം നശിപ്പിക്കുകയും ഹൈബീഡന്റെ വീട്ടിന് മുന്നിലുള്ള ചിത്രമടക്കം സെൽഫി വരെ എടുത്താണ് പോലീസ് കൺട്രോൾ റൂമിന് അയച്ചു കൊടുത്തത്. പക്ഷേ രാത്രി ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് പോലീസ് ഇടപെട്ടിട്ടില്ല എന്നുള്ളൊരു പരാതി ഹൈബീഡന്റെ ഭാര്യ അന്ന ഇടനും ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ സുഹൃത്തും കൂടി ആയതിനാൽ ഹൈബീഡൻ മറ്റ് നടപടികൾക്കൊന്നും പോയിട്ടില്ല. ഇങ്ങനെ വീട് അതിക്രമിച്ചു എന്നുള്ളൊരു പരാതി മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രതിയെ അലക്സിനെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഹൈബീഡന്റെ ഭാര്യ പറയുന്നത് പോലെ പോലീസ് രാത്രി സമയത്തിൽ ഇടപെട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ UDF സർക്കാരാണ് ഭരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി കോൺഗ്രസ് നേതാവാണ്. ആ ആഭ്യന്തര വകുപ്പിനെതിരെ കൂടിയുള്ള ഒരു ആക്ഷേപമല്ലേ? കാരണം ഇത്തരമൊരു സംഭവം ഒരു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അടങ്ങുന്നൊരു വീട്ടിൽ സംഭവിച്ചാൽ, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി വീട്ടിൽ സംഭവിച്ചാൽ, അത് പോലീസ് ഉടനടി എത്തിയില്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ച തന്നെയല്ലേ ഉണ്ടായത്? അതേട്ടോ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്മേൽ ഇപ്പോൾ ഹൈബീഡൻ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ളൊരു പരാതിയോ അല്ലെങ്കിൽ വിശദീകരണമോ ഒക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്ന് അറിയാൻ സാധിക്കുന്നില്ല. എന്നാലും നിലവിൽ MP ആ വിഷയത്തിൽ പരാതി നൽകിയിട്ടില്ല. പക്ഷെ ഇവിടെ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിയുടെ വീട്ടിൽ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടും പോലീസ് ഇടപെട്ടില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ഇത്തരത്തിലുള്ള സംഭവം നടന്നാലും പോലീസ് സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കില്ലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. അതും ദൃശ്യങ്ങളടക്കം ഈ ഹൈബീഡന്റെ വീട്ടിൽ അതിക്രമം നടത്തി, ഒപ്പം ഹൈബീഡനെ കൊലപ്പെടുത്തുമെന്ന സന്ദേശം ഉൾപ്പെടെ പ്രതി പോലീസ് കൺട്രോൾ റൂമിൽ അറിയിച്ചിട്ടും അത് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അത് വന്ന് MP-നെ വിളിച്ചറിയിക്കുകയോ ഒന്നും ചെയ്യാത്തത് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ഇവിടെ. ഈ പ്രതി ഹൈബീഡൻ MP-ക്കും ഭാര്യയ്ക്കും സന്ദേശവും അയച്ചിട്ടുണ്ട്. മൊബൈൽ സന്ദേശം, കൊലപ്പെടുത്തും, അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ മുന്നിലുള്ള ഇതെല്ലാം നശിപ്പിച്ചതിന്റെ ദൃശ്യങ്ങളും ഒക്കെ ഫോണിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് രാവിലെയാണ് ഇവർ കാണുകയും ചെയ്തിരുന്നത്. ഒപ്പം ഹൈബീഡൻ പറയുന്നത് പലപ്പോഴും തന്നെ ഇത്തരത്തിൽ ഓരോ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വർഗീയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ശല്യം ചെയ്യുമായിരുന്നു അലക്സ് എന്ന കാര്യം കൂടി പോലീസിന് നൽകിയ മൊഴിയിൽ ഹൈബീഡൻ MP അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഹൈബീഡൻ MP-യുടെ സുഹൃത്താണ്. പ്രീ ഡിഗ്രിക്ക് ഇവർ ഒന്നിച്ച് പഠിച്ചതാണ്. വേണ്ട രീതിയിലുള്ള സഹായമൊക്കെ ചെയ്തു കൊടുത്തു. ഒരു MP എന്ന നിലയിൽ കാര്യക്ഷമമായി ഇടപെടാമായിരുന്നു. എന്തുകൊണ്ടാണ് ഹൈബിയുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു ഇടപെടൽ ഉണ്ടാകാതെ പോയത്? ടോം, ഇവിടെ MP ഇടപെട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആ ബാങ്കുമായി ബന്ധപ്പെടുകയും ഈ വായ്പ തിരിച്ചടയ്ക്കാനുള്ള ഒരു താമസം കുറച്ചുകൂടി സമയം നീട്ടി നൽകണമെന്നൊക്കെ ബാങ്കിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൽ കോടതിയുടെ ഉത്തരവ് വരെ ഉള്ള സാഹചര്യത്തിൽ MP-ക്ക് ഇടപെടുന്നതിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഹൈബീഡൻ MP ഈ സുഹൃത്തിനെ സഹായിച്ചത്. പക്ഷേ അത് ആ സുഹൃത്തിന് മനസ്സിലാകാത്ത രീതിയിലേക്ക് പോവുകയും അല്ലെങ്കിൽ MP എന്ന നിലയിൽ ആ ജപ്തി ഒഴിവാക്കി കൊടുത്തില്ല എന്നുള്ളൊരു വിഷമം തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായി പ്രതിയെ പ്രകോപിപ്പിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിനെതിരെ പോലും MP-യും MP-യുടെ കുടുംബവും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കൃത്യമായും ഈ സംഭവം നടക്കുന്ന സമയത്ത് പോലീസ് ഇടപെട്ടില്ല, പോലീസ് പരാതി നൽകിയിട്ടും പോലീസ് വന്നില്ല എന്ന് പറയുന്നു. പക്ഷേ പോലീസ് എന്തായാലും ഈ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയേക്കും. കാരണം ജനപ്രതിനിധിക്കെതിരെയും കുടുംബത്തിനെതിരെയുമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ രീതിയിലുള്ള ഭീഷണി ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല, വീട്ടിൽ കയറിയും പരാക്രമം കാണിക്കുന്നു. സംഭവത്തിൽ കൂടുതൽ വകുപ്പുകൾ ഈ പ്രതിക്കെതിരെ ചുമത്തിയേക്കുമെന്നാണ് സൂചന. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നഗരസഭയിലെ സംഘർഷത്തിൽ BJP
LDF നേതാക്കൾക്കെതിരെ പോലീസ് കേസ്. മേയർ VV രാജേഷ്, മുൻ മന്ത്രിമാരായ V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർക്കെതിരെയും കേസുണ്ട്. LDF പരാതിയിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കെതിരെയുമാണ് കേസ്. അതേസമയം നഗരസഭയിൽ ഭരണസ്തംഭനം ആരോപിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ UDF നീക്കം തുടങ്ങി. ഒരാളുടെ ഭൂരിപക്ഷത്തിൽ ഭരണം നടത്തുന്ന BJPക്കെതിരെ അസാധാരണ നീക്കത്തിലാണ് ഒരുക്കം. LDFും UDFും ഈ നീക്കത്തിൽ കൈകോർക്കുമോ എന്നതാണ് ആകാംക്ഷ. എന്നാൽ 5 വർഷത്തേക്ക് നഗരസഭാ ഭരണം സേഫ് ആണെന്ന് മേയർ VV രാജേഷ് പ്രതികരിച്ചു. നഗരസഭയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ വലിയ സംഘർഷത്തിലേക്ക് പോയിരുന്നു. നഗരത്തിൽ മാലിന്യ പ്രശ്നമുണ്ട്. എന്താണ് കോൺഗ്രസിൻ്റെ പറയുന്നത്? 6 മാസത്തെ നഗരസഭയുടെ ഭരണം വലിയ ഒരു പരാജയമാണ്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ പാർലമെൻ്ററി പാർട്ടിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, മുതിർന്ന നേതാക്കളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭരണസ്തംഭനത്തിനെതിരെ പ്രക്ഷുബ്ധമുണ്ടാക്കുവാൻ UDF തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വരുന്ന തിങ്കളാഴ്ച കോർപ്പറേഷൻ നടയിൽ ഭരണസ്തംഭനത്തിനെതിരെ സമരം വെക്കുകയും ബാക്കി കാര്യങ്ങൾ 6 മാസം തികഞ്ഞ സാഹചര്യമായതുകൊണ്ട് ഒന്നും നടക്കാത്തതിനെതിരെ എന്ത് നടപടികൾ വേണമെന്നുള്ളത് പാർലമെൻ്ററി പാർട്ടി കൂടി നമ്മൾ വൈകുന്നേരം തീരുമാനിക്കും. ഈ മാലിന്യ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് അടിയന്തരമായി ചെയ്യേണ്ടത്? ഇല്ല, ഒന്നും നടക്കുന്നില്ലല്ലോ ഇവിടെ. 6 മാസമായിട്ട് എന്താണ് നമ്മുടെ ഒരു മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ എന്നുള്ളത് പോലും പറയുന്നില്ല. വൈകിട്ടത്തെ പാർലമെൻ്ററി പാർട്ടി തീരുമാനം എടുത്തുകൊണ്ട് 6 മാസം കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ നടപടിയിലേക്ക് എത്തുന്നുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ നഗരസഭയിൽ വളരെ അസാധാരണമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അരങ്ങേറിയത്. പരസ്പരം പോർ വിളിക്കുന്നു, നേർക്കുനേർ ഏറ്റുമുട്ടുന്നു, ഒടുവിൽ പോലീസ് കേസും നടപടിയുമായിരിക്കുന്നു. ഇതാരൊക്കെയാണിപ്പോൾ ഈ നഗരസഭയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലുള്ളത്? മ്യൂസിയം പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട 4 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ LDF കൗൺസിലർമാർ നൽകിയിരിക്കുന്ന പരാതിയിൽ മേയർ VV രാജേഷിനെയും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെയും ഉൾപ്പെടെ പ്രതി ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ മുൻ മന്ത്രിമാരായ V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർക്കെതിരെ മ്യൂസിയം പോലീസ് സ്വമേധയും കേസെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 കേസുകളാണ് ആകെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മേയറുടെ വഴി തടസ്സപ്പെടുത്താനായി, ഓഫീസിലേക്ക് എത്തിയ മേയറുടെ വഴി തടസ്സപ്പെടുത്താനായി നഗരസഭയുടെ കവാടത്തിൽ റിലേ സമരം നടത്തിയിരുന്ന LDF കൗൺസിലർമാരുടെയും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബോധപൂർവമായ ശ്രമം ഉണ്ടായി എന്നാണ് BJPയുടെ ആക്ഷേപം. അങ്ങനെയാണ് മേയറെ അസഭ്യം പറയുകയും അതോടൊപ്പം അകത്തേക്ക് കയറുന്നത് തടയാനായി ബോധപൂർവ്വം ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. അതേസമയം മേയറാണ് അസഭ്യം പറയുകയും ഒരു തരംതാണ രീതിയിൽ തങ്ങളോട് പെരുമാറുകയും ചെയ്തതെന്ന നിലപാടിലാണ് LDF കൗൺസിലർമാരാണ് എന്ന ഒരു പരിഗണന പോലും തരാതെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കി VV രാജേഷിനെ അകത്തേക്ക് കടത്താനായി നടത്തിയ ശ്രമമാണ് ഇങ്ങനെയൊരു സംഘർഷത്തിലേക്ക് നയിക്കുകയും കൗൺസിലർമാർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തതെന്ന ഒരു വിമർശനമാണ് LDF ഉന്നയിക്കുന്നത്. എന്തായാലും നഗരസഭയിലെ ഭരണം സ്തംഭിച്ച അവസ്ഥയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ അവസരമാക്കി മാറ്റി LDF BJP നഗരസഭാ ഭരണത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കമാണ് UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ചേരുന്ന പാർട്ടിയുടെ യോഗത്തിൽ, പാർലമെൻ്ററി പാർട്ടിയുടെ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം കൈക്കൊള്ളും. വരുന്ന തിങ്കളാഴ്ചയാണ് നഗരസഭയിൽ കൗൺസിൽ യോഗം ചേരുക. സുഗതൻ്റെ സത്യപ്രതിജ്ഞ നടക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് വിയ്യൂർ സെൻട്രൽ ജയിലിൽ അയാൾ കഴിയുകയാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ കാപ്പ ഉപദേശക സമിതിയെ സമീപിച്ച് അനുകൂലമായൊരു തീരുമാനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് തിരുവനന്തപുരം നഗരസഭാ അധികൃതർ. അവിടെ നിന്നൊരു അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ അടിയന്തരമായി സമീപിക്കാനാണ് നീക്കം. കാരണം ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടയിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ എല്ലാവരും ഉള്ളത്. അങ്ങനെയെങ്കിൽ കൗൺസിൽ യോഗം ചേരുന്ന ദിവസം സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് BJPക്ക് വലിയൊരു തിരിച്ചടിയായി മാറും. അതിനെ രാഷ്ട്രീയമായൊരു അവസരമാക്കി മാറ്റാനുള്ള നീക്കമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ LDF കൂടി പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് അസാധാരണമായൊരു ഭരണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. കേവലം ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് NDA ഭരണം പിടിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം അവർ പിടിച്ചിരിക്കുന്നത്. ആ ഭരണത്തിന് ഇളക്കം തട്ടുന്ന രീതിയിലേക്ക് സുഗതനെ അവിടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അന്ന് അവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധി ഉണ്ടാക്കും. പക്ഷേ ആ ചോദ്യങ്ങളോടൊക്കെ മേയർ VV രാജേഷ് വളരെ ഒരു കോൺഫിഡൻസോടെ തന്നെ, അതായത് 5 വർഷത്തേക്ക് BJP സേഫാണ്, അത് കഴിഞ്ഞിട്ടുള്ള കാലവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും സുഗതൻ വ്യക്തിപരമായും BJP നേതൃത്വം കൂട്ടായും സുഗതനെ അവിടെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ട അവസരമൊരുക്കുന്നതിന് വേണ്ടിയുള്ള നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഡാൻ
സുഗതൻ്റെ സത്യപ്രതിജ്ഞ നീണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഈ UDFിൻ്റെ പുതിയ ഈ നീക്കം, അതായത് ഈ അവിശ്വാസ പ്രമേയ നീക്കത്തോടെ എങ്ങനെയായിരിക്കും LDFിൻ്റെ പ്രതികരണം? ഈ LDF UDFും കൈകോർത്താൽ മാത്രമേ ഈ രീതിയിൽ ഈ അവിശ്വാസ പ്രമേയം വിജയിക്കുകയുള്ളൂ. മാത്രമല്ല സുഗതൻ അയോഗ്യനാകപ്പെടുകയോ അതല്ലെങ്കിൽ സത്യപ്രതിജ്ഞ നടക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യണം. അത്തരമൊരു ഭരണ പ്രതിസന്ധിക്ക് സാധ്യതയുണ്ടോ? അതോ ഇതിനെ മറികടന്നുകൊണ്ട് നിയമപരമായി തിടുക്കത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു നടപടി BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? LDFിനെ സംബന്ധിച്ച് സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത ഒരു പ്രതിസന്ധിയാണ് നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം കൈവിട്ടു പോകുക എന്ന് പറയുന്നത് LDFിന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് LDFിന് അവിടെ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ അന്നേ അവർ അസ്വസ്ഥരാണ്. അതിനിടയിലാണ് ഇപ്പോൾ അസാധാരണമായ ഒരു സാഹചര്യം ഉരുത്തിരിയുന്നത്. അവിടെ UDF ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ സ്വാഭാവികമായി നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനെ പിന്തുണയ്ക്കാനുള്ള ഒരു നീക്കമായിരിക്കും LDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ നിലവിലെ 29 LDF കൗൺസിലർമാർക്കൊപ്പം 20 UDF കൗൺസിലർമാർ കൂടി ചേർന്നാൽ 49 സീറ്റുകളായി. ആ 49-നൊപ്പം സ്വതന്ത്രനായ ഒരു സീറ്റ് കൂടി തങ്ങൾക്ക് അനുകൂലമായി വരുതിയിൽ നിർത്താൻ കഴിഞ്ഞാൽ അത് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന UDFിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായി മാറും. അങ്ങനെയെങ്കിൽ ഭരണത്തെ പിടിച്ച് താഴെയിടാൻ കഴിയുന്ന തരത്തിലേക്കൊരു നീക്കമായി നാടകീയമായ രാഷ്ട്രീയ സംഭവങ്ങളിലേക്ക് ഈ അവിശ്വാസ പ്രമേയം മാറുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഈ സ്വതന്ത്ര അംഗത്തിൻ്റെ പിന്തുണ ഏതു വിധേനയും ഉറപ്പാക്കാനുള്ള നീക്കം അണിയറയിൽ UDFും LDFും ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിനിടയിലാണ് ഈ അവിശ്വാസ പ്രമേയമായി മുമ്പോട്ട് പോകാനുള്ള ഒരു നീക്കം UDF ഇപ്പോൾ സജീവമാക്കിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് അത് സംബന്ധിച്ച് അന്തിമമായൊരു ചിത്രം തെളിയും. അതിനിടെയാണ് സുഗതനെ എത്രയും പെട്ടെന്ന് 4 ആഴ്ച താഴെ ഇറക്കിയാലും ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാകാൻ പാടില്ലല്ലോ. മാത്രമല്ല ഈ LDFും UDFും കൈകോർത്തുകൊണ്ട് ഒരു പുതിയൊരു ഭരണ നേതൃത്വം അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം അത്ര പ്രായോഗികമാണോ? മാത്രമല്ല നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ LDFും UDFും നേർക്കുനേർ ഏറ്റുമുട്ടുന്നൊരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇരുവരും ഈ അവിശ്വാസ പ്രമേയത്തിൽ കൈകോർത്താൽ പോലും അതിനപ്പുറം ഒരു ഭരണത്തിലേക്ക് വരാൻ ഇരുവരും കൈകോർക്കാനുള്ള സാധ്യതയുണ്ടോ ഡാൻ? അതിൽ നമുക്ക് വ്യക്തമായൊരു ഉത്തരം ഇപ്പോൾ പറയാൻ കഴിയില്ല. അപ്പോൾ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിന് അനുകൂലമാകുന്നതാണ് എങ്കിൽ ആ സ്വതന്ത്ര അംഗത്തെ മേയറാക്കാമെന്നുള്ള ഒരു വാഗ്ദാനം നൽകിക്കൊണ്ട് ആ സ്വതന്ത്ര അംഗത്തിന് പിന്തുണയുമായി LDFും UDFും ഒരുപോലെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടായിക്കൂടാ എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമാണ്. അവിടെ ഒരു സാധ്യതകളും നിസ്സാരമായി തള്ളിക്കളയാനാവില്ല. BJPക്ക് അത്തരത്തിലൊരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ BJPയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാൻ കഴിഞ്ഞാൽ അത് UDFിനും LDFിനും അതുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമായ നേട്ടം ചെറുതല്ല. അതിനുവേണ്ടി അവർ ഏത് അറ്റം വരെയും പോകും എന്ന് തന്നെയാണ് സൂചന. അവിടെയാണ് ഈ സ്വതന്ത്ര അംഗത്തിൻ്റെ പിന്തുണ നിർണായകമായി മാറുന്നത്. നിലവിൽ അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ സ്വതന്ത്ര അംഗത്തെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് LDFും UDFും ഒരുപോലെ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ രാഷ്ട്രീയ മാറ്റത്തിന് അരങ്ങൊഴുങ്ങും. അത് പക്ഷേ തന്ത്രപരമായി അതിനെ അതിജീവിക്കാനുള്ള നീക്കം BJP ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സുഗതനെ എത്രയും വേഗത്തിൽ ഒട്ടും സമയം കളയാതെ തന്നെ കൗൺസിലിൽ എത്തിച്ച് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാനുള്ള നീക്കം BJP നേതൃത്വം സജീവമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വരുന്ന തിങ്കളാഴ്ച എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചും LDFിനെ UDFിനെ സംബന്ധിച്ചും നഗരസഭയിൽ നിർണായകമായി മാറുന്നത്. യെസ്, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും അസാധാരണമായ ചില സംഭവങ്ങളാണ് ഇന്നലെ മുതൽ തിരുവനന്തപുരം നഗരസഭയിൽ അരങ്ങേറിയത്. LDFിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടായതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ചരിത്രത്തിലാദ്യമായി BJP അധികാരത്തിൽ വരുന്നു. പക്ഷെ ഒരൊറ്റ അംഗത്തിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിലായിരുന്നു അധികാരം. അത് പിന്നീട് സുഗതൻ്റെ കേസ്, പിന്നീട് ചില കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയത്, അത്തരം ചിലൊരു ഭരണ പ്രതിസന്ധിയുടെ ചില സൂചനകൾ കാണുന്നുണ്ട്. അതിനിടെ UDF അവിശ്വാസ പ്രമേയ നീക്കവുമായി മുന്നോട്ട് വരുന്നു. LDFും UDFും കൈകോർത്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ BJPയുടെ ഭരണം ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ ഒരു കോർപ്പറേഷൻ ഭരണം അവർ അധികാരത്തിലെത്തിയെങ്കിൽ പക്ഷെ അത് താഴെ വീഴുന്നൊരു സാഹചര്യം പോലും ഉണ്ടാകാം. പക്ഷെ അത്തരം ഭരണ പ്രതിസന്ധി ഇല്ല
നിലവിൽ സേഫാണെന്നാണ് മേയർ VV രാജേഷ് നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല മേൽശാന്തി നിയമന ക്രമക്കേട് അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസ്. അന്വേഷണത്തിന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ന്യൂസ് 18 വാർത്തയിലാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അല്ല, വേറൊരു കത്തും കൂടെ ഞാൻ നൽകിയിട്ടുണ്ട്. അതായത് ഇന്നലെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച മേൽശാന്തി നിയമനത്തിൻ്റെ അതിനെക്കുറിച്ചൊരു പരാതി എനിക്കും കിട്ടിയിട്ട് ഔദ്യോഗികമായിട്ട്. അതുകൊണ്ട് ദേവസ്വം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഞാൻ ഇന്നലെ കത്ത് കൊടുത്തിട്ടുണ്ട്. അതേ ഞാൻ പറഞ്ഞത്, ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. ഇന്നലെയാണ് ഞാൻ കത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറിയത്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്ത, ശബരിമല മേൽശാന്തി നിയമനം അത് പൂർണ്ണമായ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ്. അവിടെ ആ നിയമനവുമായി ബന്ധപ്പെട്ട് ചില വ്യാജരേഖ ചമക്കലടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന വ്യക്തമായ തെളിവുകൾ സഹിതം നമ്മൾ വാർത്ത പുറത്തുവിട്ടിരുന്നു. ഈ വിഷയത്തിലാണ് ദേവസ്വം മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം വിജിലൻസ് ആണ് അന്വേഷിക്കുക. ഇത് ആർക്കായിരിക്കും അന്വേഷണ ചുമതല എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇതിൻ്റെ ഒരു നടപടികൾ എങ്ങനെയായിരിക്കും? വളരെ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ ഈ വിഷയത്തെ കാണുന്നത്. ഈ വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ട വിട്ടതിന് തൊട്ടു പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പോൾ ഇതിൽ അന്വേഷണം നടത്തുക മാത്രമല്ല, ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ കൂടി ദേവസ്വം ബോർഡ് സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് ദേവസ്വം മന്ത്രി K മുരളീധരൻ സംബന്ധിച്ച പരാതി ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ദേവസ്വം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയത്. ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും. വിജിലൻസ് SP യുടെ നേതൃത്വത്തിലാകും അന്വേഷണം നടക്കുക. അവിടെ ഒരു ചോദ്യമുള്ളത്, സ്വാഭാവികമായും ഈ മേൽശാന്തി നിയമനത്തിലടക്കം വിജിലൻസിന്റെ ക്ലിയറൻസ് വേണം. ഹൈക്കോടതി നിരീക്ഷകന്റെയും അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ഒക്കെ അനുമതിയോടു കൂടിയാണ് ഇതൊക്കെ നടക്കുന്നത്, സ്വാഭാവികമായി നിയമനം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നേരത്തെ പരിശോധിച്ച് അനുമതി നൽകിയ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചാൽ ഇതിൽ എന്തെങ്കിലും പാകപ്പിഴയുണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. പക്ഷെ പ്രാഥമികമായി സർക്കാരിന് മുന്നിലുള്ള വഴി എന്ന നിലയ്ക്കാണ് ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. ദേവസ്വം വിജിലൻസിന് റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി എന്നുള്ളതാണ് ദേവസ്വം മന്ത്രി വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 പുറത്തുവിട്ട മുഴുവൻ വാർത്തകളും അതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളിലൊക്കെ അന്വേഷണം ഉണ്ടാകും. ആ റിപ്പോർട്ട് എത്രയും വേഗം ലഭ്യമാകാനാകും സർക്കാർ ശ്രമിക്കുക. അതിനുശേഷം തുടർ അന്വേഷണത്തിലേക്ക് കടക്കും. ഒരുപക്ഷെ അത് ദേവസ്വം വിജിലൻസ് കൊണ്ട് മാത്രം അന്വേഷണം തീരുന്ന വിഷയമാകില്ല. സ്വാഭാവികമായും ഈ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ തെളിവ് വ്യാജമായി ഉണ്ടാക്കിയതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാകണം. തീർച്ചയായിട്ടും ഇത് ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ശബരിമലയിൽ വിശ്വാസത്തെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. അവിടെ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ വശങ്ങളിലേക്കും അന്വേഷണം പോകുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിലവിലെ മേൽശാന്തിയുടെ മാത്രം കാര്യമാണ്. ഇതിനപ്പുറത്തേക്ക് ഇത് സ്ഥിരം ഇദ്ദേഹത്തിൽ ആരെങ്കിലും ഇതിനു മുമ്പ് ആരെങ്കിലും ഈ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഈ പട്ടികയിൽ ഉൾപ്പെടാൻ പോലും മേൽശാന്തി നറുക്കെടുപ്പിലുള്ള പട്ടികയിൽ ഉൾപ്പെടാൻ പോലും ലക്ഷങ്ങൾ കോഴ കൊടുക്കണമെന്ന ആരോപണം അത് പലപ്പോഴും നേരത്തെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിന് തെളിവുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത്തരം കാര്യങ്ങളിൽ തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് സ്വാഭാവിക വിജിലൻസ് പരിശോധിക്കും. അതിനുശേഷമാകും റിപ്പോർട്ട് നൽകുക. അങ്ങനെയെങ്കിൽ മുൻകാലങ്ങളിലെ നടപടികളിൽ കൂടി ഒരുപക്ഷെ അന്വേഷണം ഉണ്ടായാൽ അതിശയിക്കാനില്ല. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം വിവാദമായത് ശബരിമല സ്വർണ്ണ കൊള്ളയാണ്. അന്ന് സർക്കാർ അല്ലെങ്കിൽ ഭരണ നേതൃത്വം നിയോഗിച്ച അവരുടെ നോമിനികളായ ആളുകൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം അവരുൾപ്പെടെയുള്ളവരാണ് അറസ്റ്റായത്. ഇപ്പോൾ ശബരിമലയിലെ മേൽശാന്തി കൂടി ആരോപണം നേരിൽ വരികയാണ്. സ്വാഭാവികമായും വിശ്വാസികൾക്ക് ഭക്തർക്ക് വലിയ വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. അതേസമയം തന്നെ ശബരിമലയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇത്തരം തട്ടിപ്പുകൾക്ക് അവസാനം തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ഭക്തരെ സംബന്ധിച്ചേറെ വേദനിപ്പിച്ചൊരു വാർത്തയായിരുന്നു ഇത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയേക്കാൾ വലിയ തട്ടിപ്പ് ഇവിടെ നടന്നുവെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ മേൽശാന്തിയെ ദൈവതുല്യനായി കാണുന്നവരാണ് സാധാരണ അയ്യപ്പ ഭക്തർ. അങ്ങനെയുള്ള ആളുകളെയാണ്, അത്രയും വലിയൊരു ശ്രേഷ്ഠമായ പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് ആ പദവിയിലെത്താൻ വേണ്ടി ഈ രീതിയിലൊരു തട്ടിപ്പ് നടത്തിയത്. ഇവിടെ ദേവസ്വം വിജിലൻസ് ഉൾപ്പെടെ ദേവസ്വം വകുപ്പ് ഉൾപ്പെടെ ഇതിന് കൂട്ടുനിന്നു എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. നമുക്കറിയാം, ഇതിൽ പരിശോധന നടത്തിയ ഒരു അപേക്ഷകൻ്റെ ആ അപേക്ഷകൾ അത് കൃത്യമായും പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം വിജിലൻസിനാണ്. ദേവസ്വം വിജിലൻസ് ഓഫീസർ ഈശ്വരൻ നമ്പൂതിരി കൃത്യമായും പരിശോധിച്ച് അതിനുശേഷം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ, അതായത് ED പ്രസാദിനെ മേൽശാന്തിയായി നിയമിച്ചത്.
അങ്ങനെ ദേവസ്വം വിജിലൻസ് തന്നെ പ്രതിക്കൂട്ടിലായ ഒരു കേസ് കൂടിയാണിത്. ദേവസ്വം വിജിലൻസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായൊരു കേസ് കൂടിയാണ്. അവിടെയാണ് ദേവസ്വം വിജിലൻസ് തന്നെ ഈ കേസ് അന്വേഷിക്കാൻ എത്തുന്നത്. സത്യം തെളിയുമെന്ന് പ്രതീക്ഷിക്കാമോ? അവിടെയാണ് ഇതിലൊരു അവ്യക്തതയുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ദേവസ്വം വിജിലൻസിന്റെ കൂടി അനുമതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ കൂടി സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാകാം ഈ മേൽശാന്തി നിയമനം നടക്കുന്നത്, ക്ലിയറൻസിന്റെ അടിസ്ഥാനത്തിലാകാം മേൽശാന്തി നിയമനം നടക്കുന്നത്. പട്ടിക ഉൾപ്പെടുമ്പോൾ തന്നെ അത്തരം പരിശോധന ഉണ്ടാകും. അത്തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നത് അന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ പോയ വിജിലൻസ് തന്നെ അന്വേഷിക്കുന്നതിൽ ഒരു അഭംഗിയുണ്ട് എന്ന് ഉറപ്പാണ്. പ്രാഥമികമായി അവരോട് അന്വേഷിക്കാൻ പറഞ്ഞു എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങൾ ഏതായാലും വേണ്ടിവരും. അത് ക്രിമിനൽ നിയമപ്രകാരം തന്നെ അന്വേഷണത്തിന്റെ ആവശ്യമുണ്ട്. കാരണം ഇവിടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു, വ്യാജരേഖകളടക്കം ഹാജരാക്കിയിരിക്കുന്നു. അതിന്റെ വ്യാപ്തി എത്രത്തോളമാണ്? ഇത് ഈ കഴിഞ്ഞ സീസണിലെ മേൽശാന്തി അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ മേൽശാന്തിയെ തുടരുന്ന ആളിൽ മാത്രം ഒതുങ്ങുമോ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒക്കെ ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിശ്ചിത തുക കൊടുക്കാൻ കഴിയാത്ത ആളുകൾ ഈ പട്ടികയിൽ പോലും ഉൾപ്പെടാതെ പോകുന്നത് പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാകും. ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശുപാർശയുടെ ഒരുപക്ഷെ ദേവസ്വം വിജിലൻസ് നൽകിയേക്കും. നേരത്തെയും ദേവസ്വം വിജിലൻസിന്റെ കൃത്യമായ നിരീക്ഷണവും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യോഗ്യത അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ തട്ടിപ്പ് നടന്നിരിക്കുന്നത്, ക്രമക്കേട് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം വിജിലൻസ് അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ചേക്കാം. ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിന് ശേഷം ഒരുപക്ഷെ മറ്റ് പോലീസ് വിഭാഗങ്ങളിലേക്ക് അന്വേഷണം പോയാലും പരിമിതപ്പെടാനില്ല. രീതിയിൽ വരിക എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ അരുൺ? നമുക്കറിയാം, ഈ ശബരിമലയിലെ മേൽശാന്തി നിയമനം മാത്രമല്ല, ഇന്നലെ ന്യൂസ് 18 ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നിരുന്നു. അതായത് ശബരിമല മേൽശാന്തിയാകാൻ കോഴ വാങ്ങുന്നു. അതായത് മുഖ്യ പുരോഹിതനും അതോടൊപ്പം ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റും അടക്കം പണം ചോദിച്ചു. മുഖ്യ പുരോഹിതന് 3 ലക്ഷം രൂപ മുൻകൂറായി നൽകിയെന്ന് മുൻ കീഴ്ശാന്തി, കഴിഞ്ഞ മേൽശാന്തി നിയമത്തിലെ അപേക്ഷകൻ കൂടിയായിട്ടുള്ള സുരേഷ് ആർ പോറ്റി ന്യൂസ് 18 വെളിപ്പെടുത്തൽ നടത്തിയത്. ഇക്കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടതല്ലേ? ഇതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമോ? തീർച്ചയായിട്ടും ഇതുമായി ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വിവാദങ്ങളും അന്വേഷിക്കുമെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത, അതിനെ തുടർന്നുണ്ട വിവിധ തലങ്ങളിൽ നിന്നുണ്ടായ പ്രതികരണങ്ങൾ, വെളിപ്പെടുത്തലുകൾ എല്ലാം അന്വേഷണ പരിധിയിൽ വരും. അത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ അന്വേഷണം ഉണ്ടാകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഒരു സമർത്ഥമായ രാഷ്ട്രീയ വിഷയമായി ഇത് മാറിയിട്ട് നമുക്കറിയാം. സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളിൽ അത്തരത്തിൽ വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അവിടെ അന്നത്തെ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ BJP കോൺഗ്രസും ഒക്കെ ശക്തമായിട്ട് രംഗത്ത് ഇറങ്ങി. പക്ഷേ ഈ വിഷയത്തിൽ ഇതുവരെ രാഷ്ട്രീയ പാർട്ടികൾ ആരും ഇടപെട്ടിട്ടില്ല. ദേവസ്വം മന്ത്രിയുടെ പ്രതികരണമാണ് ഏറ്റവും നിർണായകമായത്. സ്വാഭാവികമായും അദ്ദേഹം പദവിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റു വഴികളില്ല. കാരണം അദ്ദേഹത്തിന് ഇന്നലെയാണ് രേഖാമൂലം ഈ പരാതികൾ ലഭിച്ചത്. അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹത്തിന്റെ ഓഫീസ് ശേഖരിക്കുന്നുമുണ്ട്. അതിനുശേഷം തുടർ നടപടിയിലേക്ക് കടക്കുമ്പോൾ തന്നെ കരുതാം. ഏതായാലും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം വളരെ നിർണായകമാണ്. കാരണം ഇതിൽ പ്രാഥമിക അന്വേഷണം അനിവാര്യമാണ്. മറ്റേതെങ്കിലും ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചാലും അതിനു മുമ്പ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ നിർണായകമായി മാറും. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അന്ന് വീഴ്ച കണ്ടെത്താൻ കഴിയാതെ പോയതെന്ന കാര്യത്തിലടക്കം അന്വേഷണം ഉണ്ടാകാനാണ് സാധ്യത. വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഏറെ ഞെട്ടിപ്പിക്കുന്ന, ശബരിമലയിൽ അയ്യപ്പ ഭക്തരെ ഞെട്ടിപ്പിച്ചൊരു സംഭവമായിരുന്നു ഇത്. കാരണം മേൽശാന്തി നിയമനത്തിൽ ക്രമക്കേട് നടന്നു, ഈ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. ഒരുപക്ഷെ സാധാരണഗതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൽ വിശ്വാസപരമായി മറ്റ് തെറ്റുകളില്ലല്ലോ. പൂജാകർമ്മങ്ങളെക്കുറിച്ച് പരിജ്ഞാനമുള്ള ഒരാൾക്ക് മേൽശാന്തി ആകാമല്ലോ എന്നൊരു ചോദ്യം സ്വാഭാവികമായൊരു സാധാരണക്കാരൻ്റെ മനസ്സിൽ തോന്നാം. പക്ഷേ ഇവിടെ ED പ്രസാദ് മേൽശാന്തി ആയത് ഈ 10 വർഷം, ശബരിമലയുടെ മേൽശാന്തി ആകണമെങ്കിൽ 10 വർഷം തുടർച്ചയായി 3 പൂജകളുള്ള ക്ഷേത്രത്തിൽ മേൽശാന്തിയായി സേവനം ചെയ്യണമെന്ന മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം പൂർണ്ണമായും ഇവിടെ കാറ്റിൽ പറത്തി. മാത്രമല്ല ഈ ED പ്രസാദ് 1 വർഷം പോലും ഈ 3 പൂജകൾ ഒരു ക്ഷേത്രത്തിലും ഒരിക്കൽ പോലും സേവനം ചെയ്തിട്ടില്ല. അതോടൊപ്പം ചോറ്റാനിക്കര കീഴ്ക്കാവിൽ മേൽശാന്തിയായിരുന്ന ED പ്രസാദ് അത് മേൽക്കാവെന്ന് തിരുത്തി എഴുതി. അതിന് കൊച്ചിൻ ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഒരു മിനിയുടെ ശുപാർശ ഉണ്ടായി. അവർ ഈ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകി. ഇദ്ദേഹം കീഴ്ക്കാവിലല്ല മേൽക്കാവിൽ ജോലി ചെയ്തു, മേൽശാന്തിയായി സേവനം ചെയ്തു എന്നതടക്കമുള്ള രേഖകൾ, വ്യാജരേഖകൾ നൽകിയെന്ന് തന്നെ തുറന്നു പറയേണ്ടി വരും. അങ്ങനെ ഓരോ
വിവരങ്ങളും കൃത്യമായും ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അങ്ങനെയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം പുറത്തു വരുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചടക്കം വലിയ മാനസികമായി ഏറെ മുറിവേൽപ്പിച്ചൊരു സംഭവമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെയാണ് ഈ ഒരു വിവരം കൂടി പുറത്തു വന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ദേവസ്വം മന്ത്രി ഇടപെട്ടിരിക്കുന്നു. ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ED പ്രസാദിൻ്റെ ഈ നിയമനം മാത്രം പോരാ, ഇതിന് മുൻപ് നടന്നിട്ടുള്ള നിയമനങ്ങൾ, അതോടൊപ്പം ഈ ശബരിമലയ്ക്കപ്പുറം മാളികക്കാവിലെ മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പരിശോധിക്കണം. ഈ കഴിഞ്ഞ ദിവസം ന്യൂസ് 18ലൂടെ വെളിപ്പെടുത്തൽ നടത്തിയ മുൻ കീഴ്ശാന്തി, ശബരിമല മുൻ കീഴ്ശാന്തി സുരേഷ് ആർ പോറ്റിയുടെ വെളിപ്പെടുത്തലും ഈ വിഷയങ്ങളടക്കം വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ്. കാരണം മാളികപ്പുറം ശബരിമല മേൽശാന്തി നിയമനങ്ങളിൽ കൈക്കൂലി വാങ്ങുന്നുണ്ട്, ഈ പണം വാങ്ങിയാണ് നിയമനം നൽകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ഇന്നലെ സുരേഷ് ആർ പോറ്റി വെളിപ്പെടുത്തൽ നടത്തിയത്. അതിൽ മുഖ്യ പുരോഹിതൻ അത് തന്ത്രി കുടുംബാംഗമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് 5 ലക്ഷം രൂപ പണം ചോദിച്ചു തുടങ്ങിയ കാര്യങ്ങളടക്കം വിശദമായ അന്വേഷണം വേണ്ടതാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ രാജ്യാന്തര തലത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീർ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ഭാവിയിൽ ഈ പ്രദേശങ്ങൾക്ക് മേൽ ഇന്ത്യ മാസപ്പടി കേസിൽ EDയുടെ അന്വേഷണം മുൻ സർക്കാരിലേക്കും ഒന്നാം പിണറായി സർക്കാരിനെതിരെയാണ് അന്വേഷണം നടത്തുക. എക്സാലോജിക്കിന് മാസപ്പടി നൽകാൻ കാരണമെന്ത് എന്നതിലാണ് അന്വേഷണം. വീണയുടെ മറുപടിയിൽ പൊരുത്തക്കേടുണ്ടെന്നും ED കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നു. വീണയെ 3ാം തവണയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. അടുത്തയാഴ്ച വീണ്ടും ഹാജരാകാനാണ് നിർദ്ദേശം. ഇന്നലെ 10 മണിക്കൂറാണ് വീണയെ ED ചോദ്യം ചെയ്തത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ആജ്ഞ, 2 ദിവസം തുടർച്ചയായി 2 ദിവസമാണ് ഇപ്പോൾ വീണ വിജയനെ ഈ കേസ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തത്. വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു വീണയിൽ നിന്നും ചോദിച്ചറിഞ്ഞത്? എന്തൊക്കെ മറുപടികളാണ് വീണ നൽകിയത്? ഇതിൽ പൊരുത്തക്കേടുകളുണ്ടോ, അവ്യക്തതകളുണ്ടോ? പ്രധാനമായും 2 കാര്യങ്ങൾ. ഒന്ന്, എക്സാലോജിക്കും CMRലും തമ്മിലുണ്ടായിരുന്ന IT സേവനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ മാസപ്പടി കേസ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് എംപവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്നും വീണ വിജയൻ നൽകിയിരുന്ന ലോണിന്റെ ഡീറ്റെയിൽസ്. അതായത് 2015 ജൂലൈയിലും അത് 50 ലക്ഷം രൂപയാണ് 2015 ജൂണിൽ നൽകിയത്. അത് തിരിച്ചടയ്ക്കാതെ തുടരുകയും ചെയ്തതിന്റെ പലിശ അടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചടവ് ഉണ്ടായില്ല. എന്നിട്ടും 2016 ജൂലൈയിലും വീണ്ടും ഈ ലോൺ അനുവദിക്കുന്നു, 25 ലക്ഷം രൂപ ലോൺ അനുവദിക്കുന്നു. ഈ കാര്യങ്ങൾ CMRന്റെ പണമിടപാടുകൾ എന്താണ്, ഏത് സാഹചര്യത്തിലാണ് CMRൽ അത്തരം ഇടപാടുകൾ നടത്തിയത് തുടങ്ങിയ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് വീണയോട് EDക്ക് ചോദിച്ചറിയാനുണ്ടായിരുന്നത്. ആ കാര്യത്തിലാണ് അത്തരം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതുമാത്രമല്ല, പ്രധാനമായും നമുക്കറിയാം ഈ എക്സാലോജിക് നൽകിയ IT സേവനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CMRൽ 8 ലക്ഷം രൂപ മാസം നൽകിയത്. അത് 5 ലക്ഷം രൂപ വീണയ്ക്കും 3 ലക്ഷം രൂപ എക്സാലോജിക് കമ്പനിക്കും എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. ഇങ്ങനെ കണ്ടെത്തിയത് 2.78 കോടി രൂപയാണ് 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ വീണയുടെ അക്കൗണ്ടിലേക്കും വീണയുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും വന്നിട്ടുള്ളത് എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. SFIയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് നൽകിയിരുന്നു. ആ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് സബ്മിറ്റ് ചെയ്തിരുന്നു. കംപ്ലൈന്റ് സബ്മിറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ED അതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് അല്പം താമസമുണ്ടായിരുന്നു. അതിനുശേഷം 134 രേഖകളാണ് SFIയുടെ കയ്യിൽ നിന്നും EDക്ക് ലഭിച്ചത്. അതേസമയം ഈ 29-ാം തീയതിയായിരുന്നു വീണ വിജയനോട് ഹാജരാക്കാൻ ED ആവശ്യപ്പെട്ടത്. പക്ഷേ SFIയുടെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, ഈ രേഖകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ED അടിയന്തരമായി വീണയോട് ഹാജരാക്കാൻ ഫോണിൽ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം വീണ ഹാജരായതും 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ. ഈ 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ വീണയുടെ മറുപടിയിൽ പൊരുത്തക്കേടുണ്ട് എന്ന് തന്നെയാണ് ED മുന്നോട്ട് വയ്ക്കുന്നത്. അത് മാത്രമല്ല 2017 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിലാണ് എക്സാലോജിക് കമ്പനിക്ക് പണം നൽകിയിട്ടുള്ളത് CMRL. അത് 2016 മുതലുള്ള 1-ാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ എന്ത് സഹായമാണ് CMRL നൽകിയത് എന്നുള്ളതാണ് EDക്ക് സംശയമുള്ളത്. അതാണ് ED കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ആ കാലഘട്ടത്തിൽ സർക്കാരിനോ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്കോ CMRL പണം നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ CMRLന് വഴിവിട്ട സഹായങ്ങൾ സർക്കാരോ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അത് വീണയെ ചോദ്യം ചെയ്ത ശേഷമാണ്, ഈ കഴിഞ്ഞ ദിവസം വീണയെ ചോദ്യം ചെയ്ത ശേഷമുള്ള പൊരുത്തക്കേടുകളിൽ നിന്നാണ് EDക്ക് വ്യക്തമായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത്തരം അന്വേഷണം മുൻ പിണറായി വിജയൻ സർക്കാരിനോടും സർക്കാരിന്റെ നേരെയും ഉയരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഈ വീണയുടെ കമ്പനിക്കും വീണയ്ക്കും പണം നൽകിയിരിക്കുന്ന എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്ന പണം നൽകിയിരിക്കുന്ന കാലയളവ് പരിശോധിച്ച് തന്നെയാണ് ED അങ്ങനെ ഒരു അസസ്മെന്റിൽ എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല വീണയോട് പല രേഖകളും ഹാജരാക്കാൻ പറഞ്ഞിരുന്നു. അത് പലതും ഹാജരാക്കാൻ വീണ്ടും വീണ കാലതാമസം ചോദിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല വീണ്ടും അടുത്തയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യാൻ ഹാജരാകണം. 3-ാം ഘട്ട ചോദ്യം ചെയ്യലാണ് വീണയ്ക്ക് നേരെ ഉണ്ടാകുന്നത്. ഇതിനിടെ വീണയുടെ HDFC ബാങ്കിലെ ലോക്കറുകൾ തുറന്ന് ED പരിശോധന നടത്തിയിട്ടുണ്ട്. വീണയുടെ മറ്റ് ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ CMRL കമ്പനിയും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ, IT സേവനങ്ങൾ നൽകിയെന്ന് പറയുമ്പോഴും അതിനെതിരെ മതിയായ രേഖകൾ ഇതുവരെയും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല ഇത്ര വലിയ തുകയുടെ, അതായത് 2.78 കോടി രൂപയുടെ ഇടപാട് മാത്രമാണ് വീണയുമായിട്ടുള്ളത്. അതേസമയം CMRLന്റെ മറ്റ് പണം ഇടപാടുകളും ED അന്വേഷിക്കുകയാണ്. കർത്ത കുടുംബത്തെ മുഴുവൻ, അവരുടെ സഹോദര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ, നമുക്കറിയാം നിപുണ, അതുപോലെ ഈ എംപവറിംഗ് ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങിയ സഹോദര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ നടത്തിപ്പുകാരെ ഉൾപ്പെടെയുള്ള ആളുകളെ, അതായത് കർത്ത കുടുംബത്തെ മുഴുവൻ, ഭാര്യ, മകൾ, അതുപോലെ മരുമകൻ തുടങ്ങിയവരെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി ED ഇതിനകം ചോദ്യം ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ CMRLന്റെ ഈ പണമിടപാടുകൾ, കള്ളപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ EDയുടെ അന്വേഷണ പരിധിയിൽ വരുന്നത്. ED അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ മുൻ സർക്കാരിലേക്കും EDയുടെ സംശയമുന നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഇനി മുൻ സർക്കാരിലേക്ക് എന്തായാലും അന്വേഷണം നീങ്ങുന്നു. ഇത് ഏത് രീതിയിലുള്ള ഇടപെടലുകളാണ് നടന്നതെന്ന് അറിയണം. മാത്രമല്ല ഇപ്പോൾ വീണ വിജയനാണ് പ്രധാനമായും ഈ കേസിൽ പ്രതിപ്പട്ടികയിലുള്ളത്. കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയുണ്ടോ ആജ്ഞ? അങ്ങനെ തന്നെയാണ് ടോം മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ വീണ വിജയൻ നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ വീണ വിജയനെ ED ചോദ്യം ചെയ്തതിൽ നിന്നും പല കാര്യങ്ങളുമായി പൊരുത്തക്കേടുകൾ ഉണ്ടായെന്നാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ 2017 മുതൽ 2020 വരെയുള്ള പണമിടപാടുകളുടെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ED ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സർക്കാർ, അതായത് പിണറായി വിജയന്റെ മകളാണ് വീണ വിജയൻ, ആ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർക്കാരോ എന്തെങ്കിലും സഹായങ്ങൾ CMRL നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് EDക്ക് പ്രധാനമായും കണ്ടെത്തേണ്ടത്. ആ സഹായത്തിന് പകരമായിട്ടാണോ CMRL ഇങ്ങനെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ഇടപാട് മുന്നോട്ട് വെച്ചത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2015-ലും 2014-ലും വീണയ്ക്ക് 2 ലോണുകൾ എംപവർ ഇന്ത്യ ലിമിറ്റഡ് നൽകിയിരുന്ന സാഹചര്യമുണ്ട്. അത് തിരിച്ചടവ് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും വീണ്ടും മാസപ്പടി എന്നുള്ള നിലയിൽ വീണയുടെ കമ്പനിക്കും വീണയ്ക്കുമായി 8 ലക്ഷം രൂപ മാസം വരുന്നു. അതായത് 2.78 കോടി രൂപയുടെ
ഇടപാടുകളാണ് ആ ഒരു കാലഘട്ടത്തിൽ മാത്രം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ കണക്കുകൾ ബോധ്യപ്പെടുത്താനോ ഏത് സാഹചര്യത്തിലാണ് ഈ IT സൊല്യൂഷൻസ് IT സേവനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത് വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനിയാണ്. അത്രയൊന്നും പ്രമുഖമല്ലാത്ത ഒരു കമ്പനിക്ക് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന CMRL-ന് എന്ത് സഹായമാണ് നൽകാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഈ CMRL-മായി നൽകിയിട്ടുള്ള ഈ IT സേവനങ്ങളുടെ വിശദാംശങ്ങൾ നേരിട്ടായിരുന്നു സംസാരിച്ചിരുന്നത് അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എന്നായിരുന്നു വീണ നൽകിയ മറുപടി. പക്ഷേ ഇത്രയും വലിയ കാര്യങ്ങൾ, വലിയ തുകയുടെ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴും ആദായ നികുതി വകുപ്പ് ആദ്യഘട്ടത്തിൽ 1.8 കോടി രൂപയുടെ ഇടപാടുകൾ കണ്ടെത്തുകയും കണക്കുകളില്ലാത്ത പണം കണ്ടെത്തുകയും അതിൽ തുടർന്നുണ്ടായ അന്വേഷണത്തിൽ വീണ്ടും 2.78 കോടി രൂപയുടെ ഇടപാടുകൾ കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്രയേറെ കോടി രൂപയുടെ ഇടപാടുകൾ നടത്തുമ്പോൾ അതിന് കൃത്യമായ രേഖകൾ സൂക്ഷിക്കണം. അത് ഏത് തരത്തിലാണ് അത്തരം ഇടപാടുകൾ നടത്തിയിട്ടുള്ളതെന്ന് രേഖ സൂക്ഷിക്കണം. അത് ഇൻകം ടാക്സിന് അല്ലെങ്കിൽ മറ്റ് അതുമായി ബന്ധപ്പെട്ട മറ്റ് അതോറിറ്റിക്കോ അതുമായി ബന്ധപ്പെട്ട ധാരണ ഉണ്ടാക്കണം. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടാക്കണം. ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് ഈ എക്സലോജിക്ക് ഇവർക്ക് IT സേവനങ്ങൾ CMRL നൽകിയെന്ന് അവകാശപ്പെടുന്നത്. അത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നാണ് വീണ പറഞ്ഞിരുന്നത്. നേരിട്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിരുന്ന, അത്തരം സഹായങ്ങളാണ് നൽകിയത്. പക്ഷേ അത്രയൊന്നും പ്രമുഖമല്ലാത്ത, അത്രയൊന്നും പ്രാഗൽഭ്യമില്ലാത്ത ഒരു കമ്പനി തന്നെയാണ് എക്സാലോജിക്ക് എന്ന കണക്കിൽപ്പെടുമ്പോൾ CMRL പോലെ ഒരു കമ്പനിക്ക് എന്ത് സഹായമാണ് വീണയുടെ കമ്പനി നൽകിയതെന്നുള്ള ചോദ്യം നിലനിൽക്കുമ്പോഴാണ് ഈ മുൻ സർക്കാരിൻ്റെ, അതായത് വീണയുടെ പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിലേക്ക് ഈ ഒരു ചോദ്യചിഹ്നമായിട്ട് വരുന്നത്. അത് മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതിൽ ഇടപെടലുകളുണ്ടോ, മറ്റേതെങ്കിലും മന്ത്രിമാർക്ക് ഇടപെടലുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വീണ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഡിക്ക് നൽകിയ വിവരങ്ങളിൽ പൊരുത്തക്കേടുണ്ട് എന്ന് തന്നെയാണ്. 10 മണിക്കൂർ നീണ്ടിരുന്നു കഴിഞ്ഞ ദിവസം വീണയുമായുള്ള ചോദ്യം ചെയ്യൽ. വീണ്ടും അടുത്തയാഴ്ച വീണയെ ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്നാണ് ED അറിയിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരണം നൽകിയത്. മാസപ്പടി കേസിൽ മുൻ സർക്കാരിലേക്കും EDയുടെ അന്വേഷണം നീങ്ങുകയാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടത്തിയിട്ടുള്ള വഴിവിട്ട ഇടപാടുകളടക്കം പരിശോധിക്കും. വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. ലഹരിക്കായി വേദന സംഹാരികൾ തേടി യുവാക്കൾ. ക്യാൻസർ ബാധിതർക്ക് നൽകുന്ന വേദന സംഹാരി ഗുളികകൾ ഉപയോഗിച്ച യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇടുക്കി നെടുങ്കണ്ടം പോലീസ് നടത്തിയ പരിശോധനയാണ് 3 യുവാക്കൾക്ക് പിടിവീണത്. വേദന സംഹാരി ഗുളികകൾ കുത്തിവെച്ചാണ് ഇവർ ലഹരി കണ്ടെത്തിയിരുന്നത്. പ്രിൻസ് ജെയിംസ് ചേരുന്നു ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. പ്രിൻസ്, ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ ജീവിതം എത്രത്തോളം അപകടത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണിത്. കാരണം സാധാരണ കഞ്ചാവോ മറ്റ് സിന്തറ്റിക് ഡ്രഗുകളോ ഉപയോഗിച്ചാലും അവർക്ക് വേണ്ടത്ര ലഹരി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം മാരകമായിട്ടുള്ള വേദന സംഹാരി ഗുളികകൾ അവർ ഉപയോഗിക്കുന്നു. അത് കുത്തിവയ്ക്കുന്നു, ശരീരത്തിൽ കുത്തിവയ്ക്കുന്നു. അതിൻ്റെ ദൂഷ്യഫലങ്ങളൊന്നും ഈ കുട്ടികൾക്ക് അറിവുണ്ടോ എന്ന് പോലും സംശയമാണ്. പക്ഷേ അങ്ങേയറ്റം അപകടകരമായ അവസ്ഥ. ഇതെങ്ങനെയാണ് പോലീസിന് ഇതേക്കുറിച്ച് വിവരം ലഭിച്ചത്? ടോം, തീർച്ചയായും വലിയ ഒരു സാഹചര്യം. അതായത് പ്രത്യേകിച്ചും കുട്ടികളായ വിദ്യാർത്ഥികളായവരൊക്കെ ലഹരിക്കായി പുതിയ വഴികൾ തേടുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെ മാർഗങ്ങളിലൂടെയാണെങ്കിലും ലഹരി കണ്ടെത്തുക എന്നൊരു ലക്ഷ്യം ഈ കുട്ടികൾ സ്വീകരിക്കുന്നു എന്ന് നമുക്ക് കരുതാൻ. പ്രത്യേകിച്ചും ഇന്ന് അറസ്റ്റിലായിരിക്കുന്നത് അല്ലെങ്കിൽ പോലീസ് പിടിയിലായിരിക്കുന്നത് 22-23 വയസ്സ് മാത്രം പ്രായമുള്ള യുവാക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിപത്ത് എത്രമാത്രം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് നോക്കിക്കാണാൻ. ഇന്നലെ പോലീസ് പരിശോധനയ്ക്കിടെയാണ് നെടുങ്കണ്ടം മേഖലയിൽ പോലീസ് നടത്തിയിരുന്ന വാഹന പരിശോധനയ്ക്കാണെങ്കിൽ നൈറ്റ് പെട്രോളിങ്ങിനിടെയാണ് സംശയാസ്പദമായ രീതിയിൽ 2 യുവാക്കളെ ആദ്യം കാണുകയായിരുന്നു. അങ്ങനെ അവരെ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ അവരുടെ പരിശോധനയ്ക്കുമ്പോഴാണ് അവരുടെ കൈവശത്തിൽ നിന്നും ഇത്തരത്തിൽ ക്യാൻസർ പേഷ്യൻസിനൊക്കെ നൽകുന്ന വേദന സംഹാരി ഗുളികളുടെ
കിട്ടിയത്. അതായത് പ്രത്യേകിച്ചും കീമോതെറാപ്പി അടക്കമുള്ള ചികിത്സയ്ക്ക് ശേഷം വേദന കുറയുന്നതിനായി രോഗികൾക്ക് നൽകുന്ന ഗുളികകളാണ് ഇത്തരത്തിൽ ഇവരുടെ കയ്യിൽ നിന്ന് വ്യാപകമായി കണ്ടെത്തിയത്. ഇതോടൊപ്പം തന്നെ ഇത് സിറിഞ്ചുകളും ഒപ്പം ഇത് ഉപയോഗിക്കാനുള്ള വിവിധ മാർഗ രീതികളും ഒക്കെ ഇവരെ ഇന്ന് കണ്ടെത്തിയത്. പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് കുപ്പികളിലേക്ക് കപ്പളത്തിന്റെ തണ്ടുകളൊക്കെ അകത്തേക്ക് കയറ്റി വെച്ച് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇവർ ഇത് ഉപയോഗിച്ചിരുന്നത്. ഇത്തരത്തിൽ ഇവരോട് ചോദിക്കുമ്പോഴാണ് പിന്നീട് പോലീസ് ചോദ്യം ചെയ്ത് മനസ്സിലാക്കിയപ്പോഴാണ് ഇവർ ഉപയോഗിക്കുന്ന രീതിയൊക്കെ പോലീസിന് മനസ്സിലായത്. അത് വേദന സുഖാരി വളരെ ദ്രാവക രൂപത്തിലാക്കുകയും അങ്ങനെ അത് ഇഞ്ചക്ഷൻ എടുക്കുന്ന രീതിയിലേക്ക് എത്തുന്നു. ഒപ്പം പിന്നീട് കഞ്ചാവ് വലിക്കുന്നു. അങ്ങനെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന രീതിയിലേക്ക് ലഹരി മാറും എന്നൊക്കെയാണ് ഇവർ പോലീസിനെ അറിയിക്കുന്നത്. ഇതിൽ വലിയ തോതിലുള്ള രീതിയിൽ ഇവർ ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഇന്നത്തെ ഉണ്ടെന്ന് തന്നെയാണ് സംശയം. പ്രത്യേകിച്ചും കട്ടപ്പനയിലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഈ വിദ്യാർത്ഥികൾ വ്യാപകമായി യുവാക്കൾ വ്യാപകമായി ഇത്തരത്തിൽ ഗുളികകൾ വാങ്ങിയത്. മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമാണ് ഗുളികകൾ വാങ്ങിയെന്ന് അറിയുന്നു. അയാളെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ട് യുവാക്കളാണ് ആദ്യം ഇക്കാര്യത്തിൽ അറസ്റ്റ് പിടികൂടുന്നത്. അപ്പം സമീപത്ത് നിന്ന് മറ്റു യുവാവിനെയും പിടികൂടുന്നു. ഇയാൾക്കും ഇത്തരം ലഹരി ഉപയോഗത്തിൽ പങ്കുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും കൂടുതൽ യുവാക്കൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇത്തരം മാരകമായ ലഹരി ഉപയോഗത്തിലേക്ക് സംഹാരിയൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് വേണം പോലീസ് കരുതുന്നത്. ശക്തമായ ഒരു അന്വേഷണം തന്നെയാണ് ഈ വിഷയത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഗുളികകൾ വാങ്ങാൻ ഈ യുവാക്കളോട് പറഞ്ഞവരെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തും. ഒപ്പം ഈ മെഡിക്കൽ ഷോപ്പ് അടക്കം വിവിധ മെഡിക്കൽ ഷോപ്പിൽ നിന്നും വ്യാപകമായി ഇത്തരത്തിൽ ഗുളികകൾ വാങ്ങുന്നവരുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. കാരണം വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് വേദന സംസാരിയായി കൊടുക്കുന്ന ടാബ്ലറ്റുകളാണ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത്. അത് വലിയ തോതിലുള്ള മാരകമായ ദൂഷ്യഫലങ്ങളൊക്കെ കുട്ടികൾക്കുണ്ടാകും അല്ലെങ്കിൽ യുവാക്കൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം ആളുകളിലേക്ക് പേരിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുന്നു, വ്യാപകമായിരിക്കുന്നു എന്നതൊക്കെ അന്വേഷിച്ച് കൂടുതലായി കൃത്യമായ ഒരു വിവരം അന്വേഷിക്കേണ്ടതുണ്ട്. ശക്തമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തീർച്ചയായും വിശദമായി തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ്. പ്രിൻസ് ജെയിംസ് തുടരുക. അതിനു മുൻപ് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട പ്രതികരണം കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞത് ലഹരി മാഫിയയുടെ വേരറുക്കുമെന്നാണ്. ഇതിനായി ഏതറ്റം വരെയും പോകും, എത്ര ഉന്നതനായാലും നടപടി ഉണ്ടാകും. ഈ കുട്ടികളിലൂടെ കുടുംബത്തെയും നാടിനെയും ലഹരി തകർക്കുകയാണെന്നും മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം ഈ കൊച്ചിയിൽ കൂടുതലും പെൺകുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നുവെന്ന് ഉമാ തോമസ് MLA ആണ് തുറന്നു പറഞ്ഞത്. മാത്രമല്ല സ്വന്തം ഈ അമ്മമാർക്ക് മക്കളുടെ മുന്നിൽ കിടന്നുറങ്ങാൻ പോലും ഭയമാണെന്ന ഒരു യാഥാർത്ഥ്യ അവസ്ഥ കൂടി ഉമാ തോമസ് പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം അത്രയധികം ലഹരി കുടുംബങ്ങളെ തകർക്കുന്നു, നാടിനെ തകർക്കുന്നു, പല കുട്ടികളുടെയും ജീവിതം, ഭാവി ജീവിതം തന്നെ തകർക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ മുഖ്യമന്ത്രിയുടെയും ഉമാ തോമസ് MLAയുടെയും പ്രതികരണങ്ങളിലേക്ക്. നമ്മുടെ നാടിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാരെ ഈ മയക്കുമരുന്നിനും അവരുടെ ലോബിക്കും അവരുടെ മാഫിയയ്ക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് എക്സൈസ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി വിശദീകരിച്ചതുപോലെ കൃത്യമായ ഒരു ചാനലിലൂടെ, കൃത്യമായ പദ്ധതികളിലൂടെ ഇതിന്റെ വേരറക്കുക എന്നതാണ് നമ്മുടെ കാര്യം. ആരാണ് ഇവിടെ വിപണനം ചെയ്യുന്നത്? ഇത്ര വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ഇത്രയും വലിയ മാഫിയ ആരാണ്? ആ മാഫിയയെ മുഴുവൻ എവിടെ നിന്നാണ് ഇത് വരുന്നതെങ്കിലും, ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഇത് വരുന്നതെങ്കിലും, ഏത് മാർഗത്തിലൂടെയാണ് വരുന്നതെങ്കിലും അതിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങളുമായി എത്ര വലിയ ഉന്നതന്മാരാണെങ്കിലും, എത്ര വലിയ ആളുകളാണെങ്കിലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇത് അവസാനിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ലഹരി ഒരു വിപത്താണെന്ന് പലരും തിരിച്ചറിഞ്ഞിട്ടും അത് വീണ്ടും വീണ്ടും അതിലേക്ക് അടിമപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്, അതിൽ കൂടുതൽ പെൺകുട്ടികൾ തന്നെ ഇത്തരം വിഷയങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കൊച്ചിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റമുണ്ടാവാൻ, ഇത് പിടിക്കപ്പെടാൻ, ഇതിൽ ഒരു വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഹ്വാനം ചെയ്ത് ഇന്ന് വളരെയധികം ഇതിൻ്റെ വിപണനം നടത്തുന്ന ആളുകളെ, ഇതിൻ്റെ ഉത്ഭവം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെ ശ്രമകരമായ പരിപാടി നടത്തുന്നുണ്ട്. ഇന്നലത്തെ ദിവസം
ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളം ഇതിനായിട്ടുള്ള പരിപാടികൾ നടന്നു എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് സാമൂഹ്യനീതി വകുപ്പും ഇത് ഏറ്റെടുത്ത് സമൂഹത്തിന്റെ രക്ഷയ്ക്ക് നാളുകളിൽ നമ്മളുടെ കുട്ടികളുടെ തലച്ചോറില്ലാതാവുന്ന ഒരവസ്ഥ ഇന്ന് നമ്മൾക്ക് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രിൻസ് ജെയിംസ് ചേർന്നു വീണ്ടും. പ്രിൻസ്, ലഹരിയുടെ വേരറുക്കണം, അതിനുവേണ്ടി പോലീസും എക്സൈസും കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കറിയാം ഈ ലഹരി ഒഴുകി വരുന്ന വഴി എവിടെയൊക്കെയാണെന്ന്. പ്രത്യേകിച്ചും സംസ്ഥാനത്തിൻ്റെ അതിർത്തി ജില്ലകൾ ഇടുക്കി, കാസർഗോഡ്, പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകൾ വഴിയാണ് വ്യാപകമായ രീതിയിൽ ഈ ലഹരിയുടെ കടത്ത് നടക്കുന്നത്. ഇടുക്കി ജില്ല കേന്ദ്രീകരിച്ച് ഈ ലഹരി തടയാൻ വേണ്ടി ഏത് രീതിയിലാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ഇടുക്കിയിലെ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചൊക്കെ എക്സൈസിന്റെയും പോലീസിന്റെയും ഒക്കെ പരിശോധനകൾ കർശനമായി നടക്കുന്നുണ്ട്. എങ്കിൽ പോലും കൃത്യമായൊരു രീതിയിൽ ഇത്തരത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനുള്ള നടപടികൾ ഉണ്ടോ എന്നത് സംശയമാണ്. പ്രത്യേകിച്ചും കമ്പം, ബോഡി, കോയമ്പത്തൂർ തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ള അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി, അതായത് കമ്പംപേട്ട, കുമളി, ബോഡിപേട്ട, ചിന്ന ചെക്ക് പോസ്റ്റുകൾ വഴിയാണ് കൂടുതലായി ഇടുക്കിയിലേക്ക് ലഹരി മരുന്നുകൾ എത്തുന്നത്. അതിനോടനുബന്ധിച്ചുള്ള ഈ പ്രധാന പാതകളോടനുബന്ധിച്ച് സമാന്തര പാതകൾ കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും നടന്നും കാൽനടയായും മറ്റുമൊക്കെയാണ് ലഹരി വസ്തുക്കൾ ഈ ഇടുക്കിയിലേക്ക് എത്തുന്നത്, ഇടുക്കിയിലെ വിവിധ മേഖലകളിലേക്ക് എത്തുന്നത്. തുടർന്ന് മറ്റ് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഇത്തരത്തിൽ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ കൊണ്ടുവരുന്നതിൽ വളരെ ശതമാനവും പിടിക്കപ്പെടുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. കാരണം വലിയ തോതിലുള്ള ലഹരി വേട്ട ചിലപ്പോഴൊക്കെ തമിഴ്നാട്ടിൽ നടക്കുമ്പോഴും നമുക്ക് അനുവാദികമായുള്ള വലിയ ലഹരി വേട്ടകളൊന്നും കേരളത്തിലെ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് അങ്ങനെ നടക്കാറില്ല. വലിയ തോതിലുള്ള പിടികൂടുന്നില്ല. ചെറിയ തമിഴ്നാട്ടിലെ പ്രത്യേകിച്ചും കമ്പം മേഖലകളിലൊക്കെ കഞ്ചാവ് അടക്കമുള്ള അല്ലെങ്കിൽ മറ്റു ലഹരി വസ്തുക്കളൊക്കെ എത്തിയ ശേഷം വിവിധ വിതരണക്കാർക്കൊക്കെയായി ചെറിയ 2-3 കിലോ ഒക്കെ രീതിയിലുള്ള അളവിലൊക്കെയാണ് ഇത് കൊടുത്തുവിടുന്നത്. പ്രത്യേകിച്ചും ബസ്സുകളിൽ, ഒപ്പം ഈ സമാന്തര സർവീസുകൾ നടത്തുന്ന വാഹനങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ദിവസേന തൊഴിലാളികൾ എത്തുന്ന തൊഴിലാളികൾക്കൊപ്പം പിന്നെ അതോടൊപ്പം തന്നെ ചരക്ക് വാഹനങ്ങൾ, പലചരക്ക് വാഹനങ്ങൾ തുടങ്ങിയ പലചരക്ക് വസ്തുക്കൾ, പച്ചക്കറികൾ തുടങ്ങിയൊക്കെ എത്തുന്ന ചരക്ക് വാഹനങ്ങളിലൊക്കെ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നതായി മുൻപ് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടൂറിസം മേഖലകൾ കേന്ദ്രീകരിച്ച് സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഒക്കെ ഉപയോഗവും പലപ്പോഴും നമ്മൾ പിടികൂടിയിട്ടുണ്ട്. എന്നാൽ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധനകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ശക്തമായ രീതിയിലുള്ള പരിശോധനകൾ ഇതുവഴിയും നടന്നിട്ടില്ലെങ്കിൽ ശക്തമായ ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കൂടുതൽ ശക്തമായ ഇടപെടൽ ഇത്തരം ഭാഗങ്ങളിൽ ഇനി ഉണ്ടാവും എന്ന് വേണം കരുതാൻ. വരും ദിവസങ്ങളിലൊക്കെ ഇതിനോടനുബന്ധിച്ചുള്ള കൂടുതൽ ആളുകളിലേക്ക് ഏതൊക്കെ കണ്ണുകൾ മുഖേനയാണ് ഇങ്ങനെ ലഹരി എത്തുന്നത്, വിതരണക്കാരന്റെ വ്യക്തമാണ്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് സ്പോട്ട് ലൈവ്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് ഭക്തർ നൽകിയ സംഭാവനകളിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണങ്ങൾക്കിടെ രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ചു. കേസിലെ എഫ്ഐആർ പേരുള്ള 8 പ്രതികളെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ സഹായിയും ഡ്രൈവറുമായ രാമശങ്കർ യാദവ്, പണമെണ്ണുന്ന വിഭാഗത്തിന്റെ തലവനായ അനുകൽ മിശ്ര, കണക്കുകൾ നോക്കാൻ ചുമതലയുണ്ടായിരുന്ന വിരമിച്ച ബാങ്ക് ജീവനക്കാരൻ സുഭാഷ് ശ്രീവാസ്തവ എന്നിവരാണ് അറസ്റ്റിലായ പ്രമുഖർ. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത്, വലിയ ആരോപണങ്ങൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിക്കെതിരെ നേരത്തെ മുതൽ തന്നെ ഉയർന്നു വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായി അടക്കം അറസ്റ്റിലായിട്ടുമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ രാജിയും ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും ഈ ചമ്പത് റായ് എന്നുള്ളത് അയോധ്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട്, അയോധ്യ ക്ഷേത്രത്തിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘപരിവാർ സംഘടനയുടെ ഉപാധ്യക്ഷനാണ്. ഈ ചമ്പത് റായ് തന്നെ ഇത്തരം ഒരു ആരോപണത്തിൽ പെട്ടു, ഒരു വിവാദത്തിൽപ്പെട്ടു എന്നുള്ളത് ചില്ലറ പ്രശ്നമല്ല. BJPക്കും ഒപ്പം ഹൈന്ദവ സംഘടനകൾക്കും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ഭക്തർ നൽകിയ പണത്തിൽ കോടികൾ തട്ടിയെടുത്ത സംഭവത്തിൽ ചമ്പത് റായ് പ്രതിയാണ് എന്നുള്ളത് ദശലക്ഷക്കണക്കിന് വിശ്വാസികളെ കൂടെ ബാധിക്കുന്ന ഒരു സംഗതിയായി അവിടെ വല്ലാതെ മാറുകയാണ്. UP സർക്കാരിന് ഇനി ചമ്പത് റായെ അറസ്റ്റ് ചെയ്യുക എന്നതല്ലാതെ മറ്റ് മാർഗമില്ലാതായിരിക്കുന്നു. സർക്കാരിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ചമ്പത് റായ്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ അയോധ്യ ക്ഷേത്രത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിരുന്ന, നമ്മൾ ഈ പറഞ്ഞാൽ ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും, ക്ഷേത്രത്തിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും ചമ്പത് റായിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് വേണമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇദ്ദേഹമാണ്
മാത്രമാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജിവെച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സഹായികളായ 3 പേർ ഇതിനകം അറസ്റ്റിലായ ഒരു പശ്ചാത്തലമുണ്ട്. ഡ്രൈവർ ഒളിവിലാണ്. ഡ്രൈവറെ അടക്കം ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ രാമക്ഷേത്ര പ്രക്ഷോഭത്തിന് മുൻനിരയിലുണ്ടായിരുന്ന ആൾ കൂടി ഈ വിഷയത്തിൽ പെടുന്നു എന്നുള്ളത് ചില്ലറ പ്രശ്നമല്ല സംഭവിക്കുന്നത്. ഈ നേരത്തെ ക്ഷേത്ര ജീവനക്കാരൻ ലവകുശ് മിശ്ര, അനു കൽപ് എന്നിവർ അറസ്റ്റിലായിരുന്നു. ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 10 ലക്ഷം രൂപ കണ്ടെടുത്ത ഒരു പശ്ചാത്തലമുണ്ട്. അത് ക്ഷേത്രത്തിലെ പണമാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ സാഹചര്യം പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവർ നേരത്തെ ക്ഷേത്ര ഭണ്ഡാരത്തിൽ പണം എണ്ണാൻ ചുമതല ഉണ്ടായിരുന്ന ജീവനക്കാരിൽ ചിലരാണ്. അത്തരത്തിലുള്ള നിരവധി ജീവനക്കാർക്ക് നേരെയും അന്വേഷണ സംഘം തങ്ങളുടെ റഡാർ വിരിച്ചിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് മാത്രമല്ല, പണം എണ്ണുന്നതിനിടയിൽ മോഷണം നടത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം നേരത്തെ അന്വേഷണ സംഘം ശേഖരിച്ച ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ടിനു യാദവ് എന്ന ചമ്പത്രായുടെ വിശ്വസ്തനും ഡ്രൈവറുമായ ആൾ ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിച്ചു. ഈ പണം കൊണ്ടുപോകുന്നതിലടക്കം പ്രധാന പങ്കാളിത്തം വഹിച്ചു എന്ന വിലയിരുത്തലിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തിയ സാഹചര്യമുണ്ട്. ഇയാൾ ഒളിവിലാണ്. ക്ഷേത്ര ജീവനക്കാരായ അവിനാശ് ശുക്ല, മനീഷ് യാദവ് ഇവരൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്ന ആളുകളാണ്. ഇവരൊക്കെ ഒളിവിലാണ്. ഇവരും പ്രതിപട്ടികയിൽ ഇപ്പോൾ പ്രത്യേക സംഘം ചേർത്ത സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും SITയുടെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ മേഖലകളിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കണമെന്ന് UP സർക്കാർ ഇതിനകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ചമ്പത്രോയി കൂടി പ്രധാനപ്പെട്ട കാർമ്മികത്വം വഹിക്കുന്ന ട്രസ്റ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിട്ട് പോലും ഇതുവരെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കണക്കുകൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വലിയ അന്വേഷണം, വ്യാപകമായ അന്വേഷണം ഈ വിഷയത്തിൽ ആരംഭിച്ച ഒരു സാഹചര്യം നിർണായകമാണ്. അത് അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭക്തർക്കുണ്ടാകുന്ന വിശ്വാസത്തിന്മേലുണ്ടാകുന്ന വലിയൊരു പ്രശ്നം കൂടിയാണ്. പുതിയ ട്രസ്റ്റ് അടക്കം രൂപീകരിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ആര് നേതൃത്വം നൽകും? ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആര് കാർമ്മികത്വം വഹിക്കും എന്നുള്ള നിരവധിയായ പ്രശ്നങ്ങൾ കൂടി അഭിമുഖീകരിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും UPയിലെ BJP സർക്കാർ. തീർച്ചയായും അതാണ് രഞ്ജിത്ത് രാമേന്ദ്രൻ സൂചിപ്പിച്ചത്. ഒരു വിശ്വാസി സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്ന കേസാണ്. നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടന്നത് എന്താണോ അതിനപ്പുറം വലിയൊരു ക്രമക്കേട്, തട്ടിപ്പ് ഈ ഭക്തർ നൽകിയ സംഭാവനകളിൽ ഉണ്ടായിട്ടുണ്ട്. കോടികളുടെ തട്ടിപ്പ് ഉണ്ടായിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. 8 പേർ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇനി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് രാജിവെച്ച പശ്ചാത്തലത്തിൽ ഇനി അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമോ, അറസ്റ്റിലേക്ക് നീങ്ങുമോ, അതാണ് അറിയേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.